Hi, welcome to our channel Tattva Students Corner. ഇന്ന് നമ്മൾ ക്ലാസ് 8ന്റെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ റീകോൾ ചെയ്യണം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മോഷനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതെന്താണ് മോഷൻ എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നുകൂടെ മറന്നു പോയവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്താണ് പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോഷൻ. എന്താണ്? ഒരു ഒബ്ജക്റ്റിന് പൊസിഷൻ ചേഞ്ച് ഉണ്ടാവുക, ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടാവുക, അതായത് സമയമാറ്റത്തിനനുസരിച്ചിട്ട് ടൈം ഡിഫറൻസ് വരുന്നതിനനുസരിച്ചിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോഷൻ എന്ന് വിളിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഇപ്പം മനസ്സിൽ വെച്ചേക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഫോഴ്സ് ആൻഡ് പ്രഷറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ടേംസാണ് നമുക്കുള്ളത്, ഫോഴ്സും പ്രഷറും. അതിനകത്ത് ഫോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഫോഴ്സ്. നമ്മൾ ഫോഴ്സിനെ പറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഗെയിംസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഗെയിംസ് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. നിങ്ങൾ കുട്ടികളല്ലേ? അപ്പം ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഫുട്ബോളിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബോൾ വന്നിരിപ്പുണ്ട്. ആ ബോൾ എന്താണ്? അനങ്ങാതിരിക്കുന്ന ബോളാണ്. ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരാൾ വന്നിട്ട് ആ ബോളിനകത്ത് കാലുകൊണ്ട് ഒരു അടിയടിക്കും ആണല്ലോ. കാലുകൊണ്ട് അടിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ ബോൾ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം സ്റ്റേഷനറിയിൽ ഇരുന്നൊരു ഒബ്ജക്റ്റ് ആണല്ലോ ബോൾ. അതിനകത്തൊന്ന് തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആ ഒബ്ജക്റ്റ് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി രണ്ടാമത്തേത് ഹോക്കി. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഹോക്കിയിൽ എന്താ സംഭവിക്കുന്നത്? ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ബോളിനെ എന്ത് ചെയ്യും? ഒരു തട്ട് തട്ടും. തട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? വേറൊരാൾ വന്നിട്ട് വേറൊരു ഡയറക്ഷനിലോട്ട് തട്ടിവിടും അല്ലേ? അതായത് ഒരു ബോൾ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്? വേറൊരു സ്റ്റിക്ക് കൊണ്ട് വന്നിട്ട് ആ നേരെ പോകുന്ന ബോളിനെ ഡയറക്ഷൻ തിരിച്ചു വിട്ടു അല്ലേ? അപ്പം ഈ 2 കേസും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ക്രിക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? നേരെ വരുന്നൊരു ബോൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ബാറ്റ്സ്മാന് അടിച്ചിട്ട് ഏത് ഡയറക്ഷനിലോട്ട് വിടും? വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് വിടും. അതായത് അയാൾ എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ബോൾ പോകുന്നത്. അപ്പോൾ ഈ 3 കേസ് ഒന്ന് ആലോചിച്ചേ. ഈ 3 കേസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഈ 3 കേസിലും നമ്മൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഈ സ്റ്റേഷനറി ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനും വരുന്ന ബോളിനെ അടിക്കാനും ഒക്കെ നമ്മൾ എന്ത് കൊടുത്തു? അവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. എന്ത് കൊടുത്തു? അവിടെ ഒരു ബലം അഥവാ ഫോഴ്സ് കൊടുത്തു. കൃത്യമായിട്ട് പിടികിട്ടിയല്ലോ. അപ്പോൾ എന്താണ് ഫോഴ്സ്? നമ്മൾ കൊടുക്കുന്ന ഒരു എന്താണ്? ഒരു പുഷ് ഓർ പുള്ളെന്ന് വിളിക്കുക. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒരു പുഷ് ഓർ പുള്ളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പം ഈ 3 കേസിലും എന്താ സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു അനങ്ങാതിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അതെന്ത് സംഭവിച്ചു? അതിന് സ്പീഡ് കൂടാൻ തുടങ്ങി അല്ലേ? സ്പീഡ് കൂടി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി ആണല്ലോ. ഇനി വേറൊരു കാര്യം പറയാം. ഈ ഫുട്ബോൾ നമ്മൾ തട്ടി, ഗോൾ കീപ്പറിൻ്റെ ജോലി എന്താണ്? ഗോള് അടിക്കാതിരിക്കാൻ നോക്കുക. അയാൾ എന്താ ചെയ്യുന്നത്? അത് തടയാനായിട്ട് നോക്കും അല്ലേ? അപ്പോൾ അയാൾ തടയാൻ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ സ്പീഡ് വരുന്ന ബോൾ എന്ത് ചെയ്യും? അത് പതുക്കെ സ്ലോ ആവാനായിട്ട് തുടങ്ങും, അഥവാ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഫോഴ്സിന് എന്തൊക്കെയുള്ള കഴിവുണ്ട്? ഒന്ന് സ്പീഡ് കൂട്ടാൻ പറ്റും ഫോഴ്സ് കൊടുത്താൽ, പിന്നെ ഒന്ന് സ്ലോ ആക്കാൻ പറ്റും. പിന്നെ ഹോക്കിയുടെ കാര്യത്തിലും ക്രിക്കറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ എന്താ പറഞ്ഞേ? അതായത് ബോളിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തപ്പം മാറ്റാൻ പറ്റി. അപ്പം 3 കാര്യങ്ങൾ നമുക്ക് ഫോഴ്സ് കൊണ്ട് പറ്റും. 1 സ്പീഡ് കൂട്ടാം, 2 സ്പീഡിനെ സ്ലോ ചെയ്യാൻ പറ്റും, 3ാമത്തേത് ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഫോഴ്സിന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറ്റുന്നത്. 1 സ്ലോ ആക്കാൻ പറ്റും, 1 സ്പീഡ് കൂട്ടാൻ പറ്റും, 3 ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി സയൻസിൻ്റെ ടേംസിൽ നമ്മൾ ഈ ഫോഴ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനുണ്ട്, പുഷ് ഓർ പുൾ. എന്താണ്? പുഷ് അല്ലെങ്കിൽ പുള്ള്. എന്താ പുഷ് ഓർ പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ തള്ളുക അല്ലെങ്കിൽ പിടിച്ച് വലിക്കുക. എന്താണ്? തള്ളുക, പിടിച്ച് വലിക്കുക. തള്ളുക എന്നുള്ളതിന് പുഷ്, വലിക്കുന്നതിന് പുള്ള്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ പുഷ് ഓർ പുൾ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. അതാണ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിൽ കൂടെ അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ്. നിങ്ങളത് ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അത് നിങ്ങൾ തന്നെ പറയുക, പുഷാണോ പുള്ളാണോ എന്ന് നോക്കാം. ഒന്നാമത്തേത്, ടു ഡ്രോ എ വാട്ടർ ഫ്രം ദി വെൽ.
അതായത് കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുന്നത്. എന്താണ്? പുഷാണോ പുള്ളാണോ? പുള്ളാണ് ആൻസർ അല്ലേ. ഇനി ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ്സ്മാൻ, അതായത് ക്രിക്കറ്റ് ബോൾ ബാറ്റ്സ്മാൻ അടിച്ചു തെറിപ്പിക്കുന്നു. അവിടെ എന്താണ്? പുഷാണോ പുള്ളാണോ? എന്താ ആൻസർ? പുഷാണ് അല്ലേ. ഇനി ഓപ്പണിങ് എ ഡ്രോയർ, ഒരു ഡ്രോയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, തുറക്കുന്നു. അവിടെ എന്താണ്? പുഷാണോ പുള്ളാണോ? പുള്ളാണ് അല്ലേ, വലിച്ചാണ് തുറക്കുന്നത്. ഇനി നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുന്നു, പുഷാണോ പുള്ളാണോ? ഒരു ഡോറ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? പുള്ളാണ്. ഇനി ഡോറ് ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അത് പുഷാണ്. അപ്പം എന്താണ് പുഷ്, എന്താണ് പുള്ള് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് പിന്നെ നമ്മളൊരു എക്സാമ്പിളിൽ കൂടെയാണ് അടുത്ത പോയിന്റിലോട്ട് പോകുന്നത്. അതായത് ഫോഴ്സ് ഇൻ്ററാക്ഷൻസ് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഈ പോയിന്റിൽ കൂടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കുക. ആദ്യം എന്താ കാണുന്നത്? ഒരു മനുഷ്യൻ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു കാറിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുകയാണ്. അതിനകത്ത് തൊടുന്നില്ല, ബാക്കിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം അനങ്ങാതെ കിടക്കുന്ന ഒരു കാറ് ഇയാളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് അനങ്ങുമോ? ഇല്ല. രണ്ടാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? അയാൾ കാറ് തള്ളി തുടങ്ങി അല്ലേ. തള്ളി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? കാറ് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഫസ്റ്റ് കേസിൽ അയാൾക്ക് എന്തില്ല? ഇൻ്ററാക്ഷൻ ഇല്ല, കാറുമായിട്ട് ഇൻ്ററാക്ഷൻ ഇല്ല, കാരണം അയാൾ അതിൽ തൊട്ടിട്ടില്ല. രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചത്? അയാൾ കാറിൽ പതുക്കെ തള്ളി തുടങ്ങി. അതായത് കാറും അയാളും തമ്മിലൊരു ഇൻ്ററാക്ഷൻ ഉണ്ട്. അയാളൊരു ഫോഴ്സ് കാറിനകത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കാറ് പതുക്കെ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് തുടങ്ങുമല്ലോ. ഇനി അടുത്ത പിക്ചർ നോക്കിക്കേ. രണ്ട് ഗേൾസ് നിൽക്കുന്നു. ഗേൾസ് തമ്മിൽ എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ബലം കൊടുക്കുക. എങ്ങനെയാണ്? ഒരേ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ബലം കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിക്ചറാണ് കാണുന്നത്. ഇനി അടുത്ത പിക്ചറിനകത്ത് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ള് ചെയ്യുകയാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. വേറൊരു പിക്ചർ നോക്കിക്കേ. അതായത് ഒരു പശുവിനെ വേറൊരു മനുഷ്യൻ പിടിച്ച് വലിക്കുകയാണ്. അയാൾ ഇങ്ങനെ പശുവിനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പശു എന്താ ചെയ്യുന്നത്? തിരിച്ച് പുള്ളി ചെയ്യുകയാണ് അല്ലേ. അയാളെ തിരിച്ച് ഇങ്ങോട്ട് വലിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും കേസിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതായത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ എന്തുണ്ടാക്കുന്നു? ഒന്നെങ്കിൽ പുഷ് ചെയ്യുന്നു, പുള്ളി ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിൽ പുഷോ പുള്ളോ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത് ഒരു ഫോഴ്സ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ, ഫോഴ്സ് കംസ് ടു പ്ലേ എപ്പോഴേ നടക്കത്തുള്ളൂ? ദർ ആർ അറ്റ്ലീസ്റ്റ് 2 ഒബ്ജക്ട്സ്, അതായത് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോഴ്സ് ആപ്ലിക്കബിളായിട്ട് വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഫോഴ്സിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ അറിയാൻ പോവുകയാണ്. കുറച്ച് പ്രോപ്പർട്ടീസ്, ഫോഴ്സിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, നമ്മൾ വടംവലി കണ്ടിട്ടുണ്ട് അല്ലേ. വടംവലിയിൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് ടീംസ് അപ്പുറവും ഇപ്പുറവും നിൽക്കും. എന്നിട്ട് നടുക്കൊരു ടവലോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് പുള്ളി ചെയ്യും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യും? വലിക്കും. അങ്ങോട്ടും വലിക്കും, ഇങ്ങോട്ടും വലിക്കും. എന്നിട്ട് ആരാ ജയിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. നമുക്ക് ഓൾറെഡി അതിനെ പറ്റിയിട്ട് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു കേസ് ആലോചിക്കുക. ഇനി ഞാൻ പറയുന്ന എക്സാമ്പിളും കൂടെ നോക്കുക. ഇതൊരു വലിയൊരു ബോക്സ് ആണെന്ന് വെച്ചോ, ഒരു ഹെവി ബോക്സ് ആണ്. ഏകദേശം 20 കിലോഗ്രാം ഭാരം ഉണ്ടെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ഈ ബോക്സിനെ തള്ളാൻ പോവാം. ഇത് ഒരു ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ ഈ ബോക്സിനെ തള്ളാൻ ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങൾ കൊച്ചു കുഞ്ഞല്ലേ, അപ്പം നിങ്ങൾ തള്ളുന്ന സമയത്ത് ഈ ബോക്സ് മൂവ് ചെയ്യത്തില്ല ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ 2-3 ഫ്രണ്ട്സിനെ വിളിച്ചു. നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ ബോക്സിനെ തള്ളി നീക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ 2-3 ഫ്രണ്ട്സ് വന്നു. അവരെല്ലാം കൂടെ ഒരുമിച്ച് ഈ ഡയറക്ഷനിൽ, നിങ്ങൾ തള്ളുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ ഹെവി ബോക്സ് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് തള്ളിയപ്പോഴത്തേക്ക് ഇത് നീങ്ങിയില്ല. കുറച്ച് പേരെയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോക്സിനകത്തോട്ട് എല്ലാവരും കൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ ബോക്സ് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ ഞാനിവിടെ 10 ന്യൂട്ടൺ എന്ന് വിളിക്കുക. ഈ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. നിങ്ങളിപ്പോൾ ഓർക്കേണ്ട, അടുത്ത വർഷം നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ നിങ്ങൾ കൊടുത്ത ഫോഴ്സിനെ ഞാൻ 10 ന്യൂട്ടൺ എന്ന് വിളിക്കുകയാണ്. 10 ന്യൂട്ടൺ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തു. നിങ്ങൾ വിളിച്ച ഫ്രണ്ട്സിലെ ഓരോരുത്തരും ചേർന്നിട്ട് ഇയാൾ 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ഇയാൾ 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ഇയാൾ 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഇത്രയും ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഈ ബ്ലോക്ക് മൂവ് ചെയ്തു ആണല്ലോ. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതെല്ലാം കൂടെ
ആഡ് ചെയ്താൽ മതി. അതായത് 20 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 15 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. അടുത്ത എക്സാമ്പിളിനകത്ത് നിങ്ങളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു. ഇനി നിങ്ങളുടെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ്, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് ഈ ഒരു ഹെവി ബോക്സിനെ അവിടുന്ന് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് തള്ളുവാണെന്ന് വെച്ചു. അയാളും 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ്, രണ്ടുപേരും തള്ളുന്നത് ഈക്വൽ ഫോഴ്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഈ സാധനം അനങ്ങത്തില്ല. ഇനി നിങ്ങൾ 10 ന്യൂട്ടൺ ഫോഴ്സ് തള്ളുന്നു, ഇയാൾ 20 ന്യൂട്ടൺ ഫോഴ്സിൽ, ഇയാൾ കുറച്ച് തടിച്ചിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക, കുറച്ചുകൂടെ ബലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ തള്ളുന്നത് 20 ന്യൂട്ടൺ ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇയാൾക്കല്ലേ ശക്തി, അപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും? പതുക്കെ നിങ്ങളുടെ ഭാഗത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറയുന്നത് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 മൈനസ് 10 ആയിരിക്കും, ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഇതായിരിക്കും ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് രണ്ട് ഫോഴ്സും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. രണ്ട് ഫോഴ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് വലുതാവാം അല്ലെങ്കിൽ ചെറുതാവാം, അതായത് സ്മോളറും ആവാം ലാർജറും ആവാം. അതായത് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിലാണ് നമ്മളതിനെ പറയുന്നത്, അല്ലേ? ഒരു ഫോഴ്സിൻ്റെ വലിയ ഫോഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് വലുതായിരിക്കും എന്നാണ് അതിൻ്റെ എഫക്റ്റ്. അതായത് മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും മാറിക്കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന എഫക്റ്റിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് വലുതാണ്, ഡയറക്ഷനും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഓരോ വട്ടവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം നമ്മൾ ഡെഫിനിഷൻ വഴി ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആർ ടു വൺ അനദർ. If the two forces act in the opposite direction on an object, the net force acting on it is the difference between the two forces. The net force on an object is 0 if the two forces acting on it in opposite directions are equal. അപ്പം ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നിർത്തുകയാണ്. തുടർന്നുള്ള ക്ലാസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ ഉടൻ തന്നെ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ബൈ.